നമ്മൾ ഈ കഴിഞ്ഞ അസംബ്ലിയിൽ പാസ്സാക്കിയൊരു നിയമം, സേവനാവകാശ നിയമം. കൃത്യമായി സേവനം നൽകിയില്ലെങ്കിൽ നൽകാൻ തയ്യാറാകാത്ത ആൾ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ അതിൻ്റെ ഭാഗമായി ഉണ്ടാകാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഏക കിടപ്പാടം സംരക്ഷിക്കുക എന്നത് ഒരു പ്രധാന ഘടകമാണ്. ആ കിടപ്പാടത്തിൽ നിന്ന് ജപ്തി ചെയ്ത് ഒഴിവാക്കുന്ന നില ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ടുണ്ട്. ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തിലുള്ള എല്ലാവരും കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കിയവർ വലിയ വേദനയോടെ കണ്ടൊരു കാര്യമാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ആ ദുരന്തത്തിൻ്റെ ഭാഗമായി ദുരന്തത്തിനിരയായവർക്ക് നൽകേണ്ട സഹായം, അവരുടെ പുനരധിവാസം, അക്കാര്യത്തിൽ കുറേ വിഷമകരമായ സാഹചര്യം നമുക്ക് നേരിടേണ്ടി വന്നു. ആ സാഹചര്യം നമ്മളിപ്പോൾ ഇവിടെ ആ തരത്തിൽ ഞാൻ പറയാൻ പോകുന്നില്ല. പക്ഷേ കാണേണ്ട ഒരു കാര്യം, അവിടെ വയനാട് ടൗൺഷിപ്പ് നിർമ്മിക്കും, നല്ല രീതിയിലുള്ള പുനരധിവാസം ഉറപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇത് നവംബറാണ്. ഡിസംബർ കഴിഞ്ഞ് ജനുവരിയോടുകൂടി ആ ടൗൺഷിപ്പ് പൂർത്തിയാകും. എല്ലാവരെയും നല്ല രീതിയിൽ അവിടെ പുനരധിവസിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ പല പദ്ധതികളും നടപ്പാക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാണ് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി. വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും അത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ സയൻസ് പാർക്ക് മാത്രമല്ല, 3 സയൻസ് പാർക്കുകൾ അതിന് പുറമെ 600 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് സ്ഥാപിക്കാൻ നടപടികൾ എടുക്കുന്നുണ്ട്. ഇവിടെ IT കോറിഡോർ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വികസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. വയനാട് എല്ലാ ഘട്ടത്തിലും മഴക്കാലം വന്നാൽ പിന്നെ പലപ്പോഴും പ്രയാസമാണ് അങ്ങോട്ട് പോകാൻ. അവിടെ ഒരു തുരങ്കപാത നിർമ്മിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു. നല്ല ആവേശകരമായ പൊതുസ്വീകരണമാണ് ആ കാര്യത്തിന് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ മൈക്രോ ബയോം, അതേപോലെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ, ഇത്തരം മേഖലകളിൽ മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള നടപടികളും സ്വീകരിച്ച് വരികയാണ്. നമ്മുടെ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് പ്രവാസികളായിട്ടുള്ള സഹോദരങ്ങൾക്ക് കാര്യങ്ങൾ നേരത്തെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. 4 പ്രധാന സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ 4ാം ലോക്സഭയായപ്പോൾ 103 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതിൽ പങ്കെടുക്കുന്ന നിലയുണ്ടായി. നല്ല മാറ്റമാണ് പൊതുവെ ഉണ്ടായിട്ടത്. അടുത്ത ലോക കേരള സഭ അടുത്ത 2 മാസം കഴിയുന്നതോടുകൂടി നടക്കാനാണ് പോകുന്നത്.